സോമന്റെ കൊലപാതകം ആസൂത്രിതമാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. കാരണം ഈ കൊലപാതകം ചെയ്ത ശേഷം പ്രതിയായിട്ടുള്ള അമ്പിളി എന്ന പേരുള്ള സജീവ്കുമാർ ഈ കൊലപാതകത്തിന് ശേഷം കളിക്കാവിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ എത്തുകയും അവിടെ നിന്ന് ഫോൺ വാങ്ങി മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരുടെ പക്കൽ നിന്ന് ഫോൺ വാങ്ങി ഒരു സുഹൃത്തിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. അവിടെ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി മറ്റ് വാഹനങ്ങൾ തേടുന്ന ഒരു CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ താൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ള പ്രതി അമ്പിളിയുടെ വാദം അവിടെ തെളിയുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ പ്രതിയെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തിന്റെ ബാക്കിപത്രം എന്നോണം തന്നെയാണ് ഈ പ്രതി അമ്പിളി ഈ കൊലപാതകം ചെയ്ത ശേഷം ഉടൻ തന്നെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ എത്തി സുഹൃത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതും അത് ഈ മെഡിക്കൽ സ്റ്റോറിൽ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബ്ലേഡും മറ്റ് കൊലയ്ക്ക് ശേഷം മാറാനുള്ള വസ്ത്രവും ഒക്കെ നൽകിയ പാറശാല സ്വദേശിയായിട്ടുള്ള സുനിൽ എന്ന ഒരാളെ പറ്റിയും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇനി ഈ സുനിൽ എന്ന ആളെയാണോ ഈ പ്രതിയായിട്ടുള്ള അമ്പിളി ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമൊക്കെയാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തുടർ നടപടികൾക്ക് ശേഷം റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്യുന്ന പ്രതിയെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകും. ശരി സർ. കണ്ണൂരിൽ പുറത്താക്കപ്പെട്ട CPM നേതാവ് മനു തോമസിനെ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് മനുവിനെ ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ടെന്ന് ഫേസ്ബുക്കിലാണ് ആകാശിന്റെ ഭീഷണി. കൊലവിളി ആർക്കു വേണ്ടിയാണെന്ന് അറിയാമെന്ന് മനു തോമസ് തിരിച്ചടിച്ചു. മനു തോമസിനെ പുറത്താക്കിയ